നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊട്ടിയം ചാത്തന്നൂർ പരവൂർ റൂട്ടിന് ലഭിച്ച KSRTC ബസ്സിന് തുരങ്കം വെച്ച് സ്വകാര്യ ബസ്സുകൾ. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ റൂട്ടിൽ ബസ് അനുവദിച്ചത്. എന്നാൽ പെർമിറ്റ് ലംഘിച്ച് സ്വകാര്യ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നു. ഇവരുടെ മത്സര ഓട്ടം അപകടങ്ങൾക്കും കാരണമാകുന്നു. KSRTC ബസ്സിൽ നിന്നും യാത്രക്കാരെ വിളിച്ചിറക്കി പ്രൈവറ്റ് ബസ്സിൽ കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. കുട്ടികളിൽ നിന്നും അമിതമായ തുക ഈടാക്കുന്നു, കൺസെഷൻ നൽകുന്നുമില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊട്ടിയം ചാത്തന്നൂർ പരവൂർ റൂട്ടിൽ KSRTC ബസ് ലഭിച്ചത്. 2024 ഒക്ടോബറിൽ പരവൂർ ചാത്തന്നൂർ കൊട്ടിയം റൂട്ടിൽ ചാത്തന്നൂർ സ്കൂളിലെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം പൊതുപ്രവർത്തകയായ കവിതയാണ് മന്ത്രി ഗണേഷ് കുമാറിനെ കണ്ട് കുട്ടികളുടെ സ്ഥിതി മനസ്സിലാക്കി ഈ റൂട്ടിൽ ബസ് അനുവദിപ്പിച്ചത്. പിന്നീട് കൊട്ടിയത്തു നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ തിരുമുക്ക് ജംഗ്ഷനിൽ തിരിഞ്ഞ് പരവൂരിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള പെർമിറ്റ് ലംഘിച്ചുകൊണ്ട് ചാത്തന്നൂരിൽ എത്താൻ തുടങ്ങി. KSRTC ബസ്സിനെ മറികടന്ന് അതിൽ നിന്നും യാത്രക്കാരെ വിളിച്ചിറക്കി സ്വകാര്യ ബസ്സിൽ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. വിദ്യാർത്ഥികളിൽ നിന്ന് അമിതമായ തുക ഈടാക്കുകയും ചെയ്യുന്നു, കൺസെഷൻ നൽകുന്നുമില്ല. ഇടയ്ക്ക് ഈ പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ടല്ലോ, അവർ ചാത്തന്നൂർ വരത്തില്ലായിരുന്നു. പെർമിറ്റില്ലെങ്കിൽ അവർ ചാത്തന്നൂർ വന്നുകൊണ്ടിരുന്നവരാ. ഇടയ്ക്ക് അവരങ്ങ് നിർത്തിക്കളഞ്ഞു. നിർത്തിയപ്പം GHS സ്കൂളിലെയും NSS സ്കൂളിലെയും ടീച്ചർമാർ എൻ്റെ ഒരു നിവേദനം തന്നു, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് കൊടുക്കാനായിട്ട്. ആ നിവേദനം ഞാൻ കൊണ്ടുവന്ന് മിനിസ്റ്റർക്ക് കൊടുത്തു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി അനുവദിക്കുന്നതിന് ട്രാൻസ്പോർട്ട്. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ വണ്ടി അനുവദിച്ച് തന്നു. കഴിഞ്ഞ 2024 ഒക്ടോബർ 23 ആ വണ്ടി ഓപ്പൺ ചെയ്തത് കുട്ടികൾക്കായിട്ടുള്ള. ആ വണ്ടി ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ, പെർമിറ്റില്ലാതെ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകാർ അവർ നിരന്തരം ട്രാൻസ്പോർട്ട് ജീവനക്കാർ അസഭ്യം പറയുകയും കൊട്ടിയത്തു നിന്നായാലും ചാത്തന്നൂരിൽ നിന്നായാലും പരൂരത്തേക്കായാലും അവർ യാത്രക്കാരെ എടുക്കാൻ സമ്മതിക്കത്തില്ല. അവരെ കുറുക്കിടലും ഈ വണ്ടി അവർ ഓടാൻ സമ്മതിക്കത്തില്ല. അവരെ അങ്ങനെ നിരന്തരം ഒരു ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം RPക്ക് 2 വട്ടം മാസ് പെറ്റീഷൻ കൊടുത്തു, എല്ലാവരും കൂടെ ചേർന്ന്. ഈ പെർമിറ്റില്ലാതെ വണ്ടികൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് അദ്ദേഹം നടപടി എടുത്തെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞെങ്കിലും ആ വണ്ടി പിന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം ഈ പെർമിറ്റിൽ നിന്നുള്ള ഒരു ലിസ്റ്റ് വേണമായിരുന്നു. ഇവർക്ക് തിരുമുക്ക് തിരിഞ്ഞു പോകാനുള്ള പെർമിറ്റേ ഉള്ളെന്നുള്ള ലിസ്റ്റ് RP തന്നെ തന്നു. അത് ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് കൊടുത്തു. അദ്ദേഹം കർശനമായ നടപടി അദ്ദേഹം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകിയെങ്കിലും സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സ്ഥിതി തുടർന്നാൽ മന്ത്രി നൽകിയ KSRTC ബസ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുവഴി ഓടിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. ഇത് നിർത്തലാക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൊട്ടിയം പരവൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ തിരുമുക്ക് തിരിഞ്ഞു പോകുന്നതിന് പകരം ചാത്തന്നൂരിലേക്ക് എന്തിനു പ്രവേശിക്കുന്നു എന്നാണ് പൊതുജനങ്ങളുടെ ചോദ്യം. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ സ്വകാര്യ ബസ്സുകൾ ഈ സ്ഥിതി തുടർന്നാൽ മത്സരയൂട്ടം മൂലം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.